അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പെറ്റ് ഇന്റർനാഷണൽ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. പെറ്റ് ഇന്റർനാഷണൽ ഹൈസ്കൂൾ റോഡ് പൂക്കോട്ടുംപാടം. ഫോൺ 8943918334 8943918335. 3.5 പതിറ്റാണ്ടിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കാളികാവ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കെ രാജേന്ദ്രന് ജനകീയ യാത്രയയപ്പ് നൽകി. ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും നൽകിയ യാത്രയയപ്പ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ കാലയളവാണ്. കാരണം ഒരു 36 വർഷം എന്ന് പറയുന്നത് കേവലം ഒരു സംഖ്യ മാത്രമല്ല. ഒരു മനുഷ്യ ആയുസ്സിലെ ഏറ്റവും നല്ല ഭാഗങ്ങൾ ഈ ഒരു സംഘത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും നന്നായി തന്നെ അതിനോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ വർഷങ്ങളാണ് ഈ ഒരു 36 വർഷങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് വ്യക്തിപരമായി രാജേന്ദ്രനെ വലിയ പരിചയമില്ലെങ്കിലും ഈ ഒരു 1.5 വർഷം കൊണ്ട് ഒരു സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള പരിചയമുണ്ട്. അതുപോലെ തന്നെ ഈ സർവീസ് ബാങ്കുമായി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്തൊക്കെയുള്ള ഒരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തും വളരെ ചിരിച്ചുകൊണ്ട് സൗമ്യനായി നേരിട്ട ഒരു മുഖമാണ് രാജേന്ദ്രൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസിഡന്റ് പറയുകയുണ്ടായി. അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ ഓർത്തെടുത്ത കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. ഞാനും കണ്ടിരുന്നു ചില നമ്മുടെ ആളുകളുടെയൊക്കെ സ്റ്റാറ്റസിൽ എവിടേക്കോ ഇവർ യാത്രയപ്പിന് വേണ്ടി കൂടിയ നിമിഷങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. വളരെ സന്തോഷം തോന്നി. കാരണം ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊക്കെ അയാളുടെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു സഹകരണ സംഘത്തെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ നേടിയ നേട്ടം ഇവിടെ വിവരിക്കുകയുണ്ടായി. പത്രത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ കാഴ്ചവെക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കാളികാവ് സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നതും അതിൻ്റെ ജീവനക്കാരെന്ന് പറയുന്നതും കേവലം ജീവനക്കാരായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റമായിട്ടല്ല തോന്നാറ്. ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് എപ്പോഴും ഞങ്ങൾക്ക് തന്നെ പുറമെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നാറുള്ളത് ആ രീതിയിലാണ്. എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു മനസ്സോടെ നിന്നുകൊണ്ട് ആത്മാർത്ഥതയോടെ ഈ സംഘത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത്. 36 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സെക്രട്ടറി കെ രാജേന്ദ്രന് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ജനകീയമായി യാത്രയയപ്പ് നൽകി. സഹകരണ പ്രസ്ഥാനങ്ങൾ കടുത്ത വെല്ലുവിളികൾ നേരിട്ടപ്പോഴും കാളികാവ് സർവീസ് സഹകരണ ബാങ്ക് വിജയകരമായി മുന്നേറുന്നതോടൊപ്പം നിരവധി സഹായങ്ങളാണ് നാടിനു വേണ്ടി ചെയ്തു വരുന്നത്. രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ജീവനക്കാരെയും ബാങ്ക് ഭരണസമിതിയെയും സർക്കാർ സഹകരണ വകുപ്പിനെയും കൂട്ടിയോജിപ്പിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തതായി ഭരണസമിതിയും ജീവനക്കാരും പറഞ്ഞു. ഭരണസമിതിയും സഹകരണ ജീവനക്കാരുടെ സംഘടനകളായ സിഇഒ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി, സിഇഒ കാളികാവ് യൂണിറ്റ് കമ്മിറ്റി, KCEF യൂണിറ്റ് കമ്മിറ്റി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പൂങ്ങോട് യൂണിറ്റ് കമ്മിറ്റി എന്നിവർ ഉപഹാരം നൽകി. ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് KP ഹൈദരലി അധ്യക്ഷത വഹിച്ചു. ചോക്കാട് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രമാരാജൻ, ശാന്ത K ഗോപാലൻ, വൈസ് പ്രസിഡന്റുമാരായ അബ്ദുറഹിമാൻ അഞ്ചജവടി, ജുമൈല, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ഭരണസമിതിയുടെ മുൻ അധ്യക്ഷരായ P ഖാലിദ് മാസ്റ്റർ, EP യൂസഫ് ഹാജി, AP നസീം അബീഗം, MK ഉമ്മർ, വൈസ് പ്രസിഡന്റ് AP അബു, സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജോബി തോമസ്, ഇൻസ്പെക്ടർമാരായ N പ്യാരിലാൽ, അസ്ലം പള്ളിശ്ശേരി, ഭരണസമിതി അംഗങ്ങളായ N സവാദ്, VPA നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. രാജേന്ദ്രൻ മറുപടി പ്രസംഗവും നടത്തി. ലീവെടുക്കാത്ത അച്ഛനെ കണ്ടിട്ടാണ് ഞാൻ ലീവെടുക്കാത്ത ജീവനക്കാരനായിട്ട് മാറിയിട്ടുള്ളത്. അച്ഛന് ഒരു കാര്യത്തിനും ലീവ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛനും ഈ ബാങ്കിന്റെ തുടക്കത്തിൽ ആ സമിതി രൂപീകരിക്കുന്ന സമിതിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്ന അച്ഛൻ ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നത് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. എല്ലാവരുടെയും സ്നേഹം തുടർന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ഇടം ഉണ്ടാവുന്നത് വലിയ സന്തോഷമായി കാണുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജയ്. ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഉമ്മർ പറമ്പാടൻ സ്വാഗതവും ഡയറക്ടർ K ശശികുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.